പെറ്റ് സ്റ്റേഷനിൽ പോയാൽ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻട്രി പാസിൽ എത്ര ആളാണോ ഉള്ളത് ആ ആൾക്കാർക്ക് കണക്കായിട്ട് നമുക്ക് അവിടെയുള്ള അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കുറച്ച് കിളികളും ഓന്തും പാമ്പൊക്കെ ഉണ്ട്. അതിനെടുത്തിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. പിന്നെ കുറച്ച് നമുക്ക് മീനിന് കൊടുക്കാനുള്ള ഫുഡും തരും. അത് നമുക്ക് മീനിന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് നിന്ന് ഫോട്ടോ എടുക്കേണ്ട. ചേട്ടനാണെങ്കിൽ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പാമ്പിനെയും എടുത്തിട്ടുണ്ടായിരുന്നു, ഓന്തിനെയും എടുത്തിട്ടുണ്ടായിരുന്നു, കിളീനെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഒരു കിളി ഉണ്ടായിരുന്നു, ആ കിളീനെയാണ് എടുത്തത് കേട്ടോ. അപ്പനാണെങ്കിൽ അവളെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം പുള്ളിക്കാരത്തേക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അപ്പനും അവളെ പിടിച്ച് വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കുറേ പേരുണ്ട് കേട്ടോ, ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് കുറേ ഡോഗ്സിനെയാണ് കേട്ടോ. എനിക്ക് അത്ഭുതമായത് ഈ ഡോഗ്സൊക്കെ ഇത്രയും ബഹളം പുറത്ത് നടന്നിട്ടും നല്ല കൂളായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പേര്, ലൈഫ് സ്പാൻ, പിന്നെ നിക്ക് നെയിം, അതിൻ്റെ വയസ്സ്, കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ആ ഒരു നോയ്സൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇനി ഡോഗ്സിന് അങ്ങനെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി ആനേൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു, അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അവൾക്കാണെങ്കിലില്ലേ കൂടെ വന്ന എല്ലാവരെയും അറിയാം കേട്ടോ. ആരെങ്കിലും ഒരാൾ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ചോദിക്കും. അപ്പോൾ ഫോട്ടോ എടുക്കാൻ നേരത്ത് അലനെ കാണുന്നില്ല, അലനെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരത്തി. അതിനുശേഷം ഞങ്ങൾ മീനിൻ്റെ സെഷനിലേക്ക് പോയി. അപ്പം നമുക്ക് മീനിന് കൊടുക്കാനുള്ള ഫുഡ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഫുഡ് കൊടുക്കുന്നവരെ മാത്രമേ വെള്ളത്തിൽ കൈയിടാൻ പാടുള്ളൂ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ, എന്തോരം മീനുകളാണെന്നറിയോ. അതിനുശേഷം ആൻറ്റി ആദ്യം മീനിൽ ഫുഡ് കൊടുക്കുകയാണ്. എനിക്ക് ഫുഡൊക്കെ തന്നു, പക്ഷേ എനിക്ക് പേടിയായിരുന്നു കൈയിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇടുന്നതിന് മുന്നേ അതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടമായി വരികയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ കൈയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് ഞാൻ അപ്പനും ചാത്തനൊക്കെ കൊടുത്ത് അവരൊക്കെ കൈയിട്ടത്. ചേട്ടനാണ് ഫുഡ് 2-3 പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ നോക്കിയിരിക്കുകയാണ് കേട്ടോ, മീനിന് ഫുഡ് കൊടുക്കുന്നത്. മീനിങ്ങനെ അടികൂടി കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൊടുക്കുന്നുണ്ട്, എന്നാലും ഭയങ്കര ഇതായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് പ്രാവിൻ്റെയും കിളികളുടെയൊക്കെ സെക്ഷനായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി പ്രാവുകളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് പൂച്ചേൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അവിടെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നീങ്ങി. അപ്പോൾ ഈ കോഴീൻ്റെ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ കോഴിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഫാൻസി ഐറ്റംസ്, കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് റിയേൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ അതേ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിങ്ങനെ കാണിക്കാൻ നിൽക്കേണ്ട, വേഗം പുറത്തോട്ട് ഇറങ്ങി നിൽക്കണം. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ബീച്ചാണേ. അപ്പോൾ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിലിട്ടത് കഴിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടത് കഴിക്കാൻ. ഈ അറ്റത്തെ സാധനം എന്താണെന്നറിയോ, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചോദിച്ചോ എന്ന് പറയും. നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ചോദിച്ചോ എന്നാണ് പറയാറ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാറ്റാടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇങ്ങനെ തുറസായ സ്ഥലങ്ങളിൽ, കുറേ സ്ഥലങ്ങളിൽ കളിക്കാൻ, കുറേ ഏരിയയുള്ള സ്ഥലങ്ങളിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പം കുഞ്ഞിലേ അതെ അങ്ങനെയാണ് ഇഷ്ടം. അത് കഴിഞ്ഞ് അവളിങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും അവിടെ ഇരുന്ന് അവളുടെ കളി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ അച്ഛനും നമ്മുടെ ആഷിക്കും കൂടി പട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ പട്ടം പറത്തുകയാണ്. അപ്പോൾ അത് തന്നില്ല എന്നും പറഞ്ഞ് കംപ്ലൈൻറ്റുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലുള്ള പട്ടം പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി, അവളുടെ കയ്യിൽ കിട്ടിയല്ല സാധനം, അവരുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി, അവളുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു. അപ്പം അതും കൊണ്ട് കളിക്കായിരുന്നു പുള്ളിക്കാരത്തി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പതുക്കെ വീട്ടിലേക്ക് മടങ്ങിയിട്ട് നമുക്ക്, കാരണം വണ്ടിയൊക്കെ സ്പെഷ്യലാക്കിയിട്ട് പോയതല്ലേ. അപ്പോൾ ഇന്നത്തെ എടുത്ത കുറച്ച് ഫോട്ടോസും ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും പേരൊന്നും അല്ല കേട്ടോ, കുറേ പേരും കൂടി ഉണ്ട്. കുറച്ച് പേർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസും ഓരോരുത്തരും കിളീനെ എടുത്തൊക്കെ ഫോട്ടോസൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പറ്റാവുന്നവരും കണ്ണൂർ പോകുന്നവരൊക്കെ ഈ സ്ഥലത്ത് വിസിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻട്രി ഫീസായിട്ട് നമുക്ക് ആകെ ഒരു 150 രൂപയുള്ളൂ. പക്ഷെ നല്ല എൻജോയ്മെൻ്റാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടേ. അപ്പോൾ കുറേ കണ്ടും കേട്ടതും ആയതുകൊണ്ടും നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാനും പറയുന്നത്, ആരൊക്കെ കണ്ണൂർ വിസിറ്റ് ചെയ്യുന്നോ അവരൊക്കെ പറ്റുമെങ്കിൽ ഇവിടെ പോവുക, എൻജോയ് ചെയ്യുക കേട്ടോ. ബൈ ബൈ.